welcome to our channel Nathoon Tips and Stitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മാമ്പഴക്കറി വയ്ക്കാനായിട്ട് ഉള്ള പച്ചമാങ്ങയാണത്. മാമ്പഴക്കറി വയ്ക്കാൻ പച്ചമാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് മാമ്പഴക്കറി വയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ പച്ചമാങ്ങ നന്നായി തൊലിച്ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കാം. ഇപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ചെറിയ പീസുകളാക്കി നമുക്ക് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് ഒരു മൺപാത്രത്തിൽ, അതായത് ഒരു മൺകലത്തിൽ, ചെറിയ മൺകലത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. മൺകലത്തിൽ മാമ്പഴക്കറി വെക്കുന്നതാണ് ടേസ്റ്റ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നേക്കാൾ നല്ലത്. അതിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, പച്ചമുളക് ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പമ്മ വെച്ച് വേവിക്കാം. ഇത് നമ്മൾക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനുള്ള തേങ്ങ, ഒരു മുറി തേങ്ങ. ഇത് അതിലേക്ക് വേണ്ട ഇത് കുറച്ച് കുരുമുളക്, വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു 4 ചെറിയ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. കൂടെ നമുക്ക് നമ്മുടെ ഈ എല്ലാ കൂട്ടുകളും കൂടിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ അവിടെ വെന്തായിട്ട് നമുക്ക് അതിലേക്ക് ഇനി ചേർക്കാം. തേങ്ങ ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ മാമ്പഴക്കറി ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം പഞ്ചസാര ചേർക്കാം. ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർത്തുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. നല്ല മധുരമായി, നല്ല മാമ്പഴക്കറി. ഇനി മാറ്റി വെച്ച നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തൈര് ഒഴിച്ചിട്ട് പിന്നെ അധികം നേരം അടുപ്പത്ത് ഇടാൻ പാടില്ല കേട്ടോ. തൈര് ഒഴിച്ചാൽ പിന്നെ വേഗം തള വരനോട് കൂടിയിട്ട് അത് നമ്മുടെ ഫ്ലെയിം ഓഫാക്കണം. അതായത് നമ്മുടെ മാമ്പഴക്കറി ഇത് തള വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കപ്പോൾ കടുക് കാച്ചാം. നമ്മളൊരു പാൻ വെച്ചിട്ട് നന്നായി വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, ഓയിൽ ഒഴിക്കരുത്. അതിലേക്ക് നമുക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് കാച്ചാൻ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കറിവേപ്പില. അപ്പോൾ നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി മാമ്പഴക്കറി, നല്ല മധുരമുള്ള മാമ്പഴക്കറി ആയിട്ടുണ്ട്.
അപ്പം നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്, ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.